എന്തെങ്കിലും പറയുന്നത് കേട്ടോ? കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ മാനസപുത്രനായ വി.ഡി. സതീശൻ ഈ ചെങ്കൊടി പിടിച്ചിരിക്കുന്ന പ്രസ്ഥാനം 35 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ്. ഉപരോധിക്കുന്നില്ല ഞങ്ങള്, ഒരു സംശയവും വേണ്ട. മുരളീധരനല്ല, മുരളീധരന്റെ വലിയ ആളായി നിൽക്കുന്ന കരുണാകരൻ കേരളം ഭരിക്കുന്ന സമയത്ത് വടകര ജില്ലാ ആശുപത്രിയിലെ കരാർ ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിടുന്ന നടപടിക്കെതിരെ CITU പ്രതിഷേധം. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KK മമ്മു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മാത്രമല്ല, പല മേഖലയിലും ഇങ്ങനെ ജോലി ചെയ്തു പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അതേപോലെയുള്ള മറ്റ് ജീവനക്കാരൊക്കെയുണ്ട്. അതേപോലെ തന്നെ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാർ തൊഴിലാളികളായി ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ വിഭാഗം തൊഴിലാളികളെല്ലാം സ്ഥിര ജോലിക്ക് അർഹതപ്പെട്ട തൊഴിലാളികളാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ഒരു നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മേഖലയെല്ലാം കരാറുവൽക്കരണം വ്യാപകമായി നടക്കുന്നത്. അങ്ങനെ കരാറുവൽക്കരണം വ്യാപകമായി നടക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ആ ആളുകളുടെ ജോലി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ HMCക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തണം എന്ന ഒരു ഡിമാൻഡൊന്നും അല്ലല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത്. NHMൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഒക്കെ സ്ഥിരപ്പെടുത്തുന്ന ഡിമാൻഡ് അല്ല വെച്ചിരിക്കുന്നത്. കുടുംബശ്രീയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ സ്ഥിരപ്പെടുത്തുന്ന ഡിമാൻഡ് അല്ല വെച്ചിരിക്കുന്നത്. അവർ കരാർ തൊഴിലാളികളാണ്, താൽക്കാലികക്കാരാണ്, ഡെയിലി വേജസുകാരാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ജോലി നിലനിൽക്കുന്ന കാലത്തോളം ആ തൊഴിലാളികൾക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാവണം, അതിന് അനുവാദമുണ്ടാവണം. അത് തൊഴിലാളികളുടെ അവകാശമാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, CITU പറയുന്നതല്ല. ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കരാർ തൊഴിലാളികളെ സംബന്ധിച്ച് ആളുകളെ ഭരണസമിതികാര് മാറി മാറി വരുന്നത് പോലെ മാനേജ്മെന്റ് മാറുന്നതിനനുസരിച്ച് കരാർ തൊഴിലാളികളെ മാറ്റുന്ന നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്, തൊഴിലാളി വിരുദ്ധമാണ് എന്ന് ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ചെങ്കൊടി പിടിച്ചിരിക്കുന്ന പ്രസ്ഥാനം 35 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ്. ഉപരോധിക്കുന്നില്ല ഞങ്ങള്, ഒരു സംശയവും വേണ്ട. മുരളീധരനല്ല, മുരളീധരന്റെ വലിയ ആളായി നിൽക്കുന്ന കരുണാകരൻ കേരളം ഭരിക്കുന്ന സമയത്ത് അവരുടെ പോലീസിന്റെ മർദ്ദനമേറ്റ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച പാരമ്പര്യം ഈ പ്രസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇന്റർവ്യൂ നടത്തുന്നത്? 45 വയസ്സ് ആരാ മാനദണ്ഡം വെച്ചത്? ഇന്ത്യ രാജ്യത്തെ ഏത് കോടതിയാണ് 45 വയസ്സ് മാനദണ്ഡം വെച്ചത്? ആരാ 45 വയസ്സ് മാനദണ്ഡം വെച്ചത്? 58 വയസ്സ് വരെ അവർക്ക് ഇവിടെ ജോലി ചെയ്യാം. അതെല്ലാം മാറ്റി 45 വയസ്സുള്ള ആളുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല പോലെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് കരാർ തൊഴിലാളികൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പകപോക്കൽ, രാഷ്ട്രീയത്തിന്റെ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ജീവിതം കൊണ്ട് ബന്ധാടുന്ന ഈ നിലപാടിനെതിരായിട്ട് എല്ലാ വിഭാഗം തൊഴിലാളികളെയും അണിനിരത്തി പോരാടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എവിടെയാണോ കരാർ തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് അവിടെയൊക്കെ പ്രതിരോധത്തിന്റെ ഈ ചെങ്കൊടി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ ആളുകളും ഈ പോരാട്ടത്തോടൊപ്പം നിൽക്കണം. തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്ന് തിരിച്ചറിയണം. ഏറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവരെ പോലും പിരിച്ചുവിട്ട് സ്വന്തക്കാരെ പിൻവാതിലിലൂടെ കുത്തിയിറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇന്റർവ്യൂ പ്രഹസനമാണെന്നും ആശുപത്രിയുടെ താളം തെറ്റിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. VK വിനു സ്വാഗതം പറഞ്ഞു. വേണുകക്കട്ടിൽ അധ്യക്ഷനായി. ഈ പനി ബാധിച്ചു, മഴക്കാലം വന്നു, കർക്കിടകം വന്നു, 150-ലേറെ പേർ കേരളത്തിൽ മരിച്ചു. 150-ലേറെ പേർ കേരളത്തിൽ മരിച്ചു. ഈ എണ്ണം കെട്ടവൻ എന്തെങ്കിലും പറയുന്നത് കേട്ടോ? കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ മാനസപുത്രനായ വി.ഡി. സതീശൻ ഇതിനെ കുറിച്ചൊക്കെ നിലപാട് പറഞ്ഞു. നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് 150-ലേറെ പേർ പനി വന്ന് മരിച്ചപ്പോ ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കാൻ ആരുമില്ല. കാരണം എന്താ, ഈ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ പോവാ. കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് എല്ലാ മാസവും വിതരണം ചെയ്ത സർക്കാരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താ സ്ഥിതി? സർക്കാർ സ്പന്ദനം മരുന്നുണ്ടോ? ഡോക്ടർമാരുണ്ടോ? നമ്മൾ പരിശോധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ. കോൺഗ്രസ്സുകാരും ലീഗുകാരും മുഴുവൻ തന്നെ തിരുവനന്തപുരത്തേക്ക് പോവാ.
കമ്മീഷൻ വാങ്ങുക, പൈസ വാങ്ങിയിട്ട് പോവുക. ഈ നാണം കെട്ട പരിപാടി നിർത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ തിരികെ കയറ്റിക്കൊണ്ട് ഈ ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ആശുപത്രി സംവിധാനങ്ങളെ തകിടം മറിക്കാനുള്ള ഗൂഢാലോചനയെ CITU എതിർത്ത് തോൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. PC സുരേഷ്, N സുരേഷ്, A ബിന്ദു എന്നിവർ സംസാരിച്ചു. KT പ്രേമൻ, MP സുരേഷ് ബാബു, VM രാജൻ, വത്സകുമാർ എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. CM ഹോസ്പിറ്റൽ വടകര,